5000 രൂപയുടെ ഒരു ചോദ്യമാണ്, ചോദിക്കട്ടെ? 5000 രൂപ. യെസ്. ഇപ്പൊ ഇതിന്റെ ഇതെന്താ? ആക്സിലേറ്റർ അല്ല, അതിന്റെ യെസ്, ബ്രേക്ക്. അപ്പൊ ബ്രേക്കിന്റെ സ്പെല്ലിംഗ് നീ കറക്റ്റ് പറഞ്ഞാൽ 5000 രൂപ സ്പോട്ടിൽ തരും, ഉറപ്പാണ്. വളരെ സിമ്പിൾ ആണ്, തെറ്റിക്കരുത്. 5000 രൂപയുടെ കാര്യമാണ്. അപ്പൊ പറ ബ്രേക്കിന്റെ സ്പെല്ലിംഗ്. BREAK, ബ്രേക്ക് ആണോ? നിങ്ങൾ കാറിന്റെ ബ്രേക്കിന്റെ സ്പെല്ലിംഗ് അതാണോ? നോ. 5000 പോയി. അതായത് ബ്രേക്കിന്റെ സ്പെല്ലിംഗ് എന്താ? 2 ബ്രേക്ക് ഉണ്ട്. ഇപ്പൊ ഈ കാറിന്റെ എല്ലാം ബ്രേക്കിന് നമ്മൾ പറയുന്നത് BRA ആണ് വരുന്നത്, BRAK, ബ്രേക്ക്. ഓക്കെ, ബ്രേക്ക്. മനസ്സിലായോ? പിന്നെ മറ്റേ ബ്രേക്ക് എന്താ? പിന്നെ മറ്റേ ബ്രേക്കിന് നമ്മൾ 2 അർത്ഥമുണ്ട്. ഒന്ന് അത് വെർബായിട്ട് നൗണായിട്ടൊക്കെ ഉപയോഗിക്കും. അതായത് ഇപ്പൊ പൊട്ടിക്കുക, അതിനൊക്കെ നമ്മൾ ബ്രേക്ക് എന്ന് പറയും, BREAK. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോ റെസ്റ്റ് എടുക്കുന്നതിനൊക്കെ നമ്മൾ ബ്രേക്ക് എന്ന് പറയും. ഇപ്പോൾ ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് ആഫ്റ്റർ ദ ലഞ്ച്, നമുക്ക് ലഞ്ചിന് ശേഷം ബ്രേക്ക് എടുക്കാം, അങ്ങനെ പറയില്ലേ? അപ്പൊ അത് ബ്രേക്ക്. അതേപോലെ തന്നെ ഇത് പൊട്ടിക്കല്ലേ എന്നൊക്കെ പറയില്ലേ? ഇപ്പൊ ബി കെയർഫുൾ, ഡോണ്ട് ബ്രേക്ക് ഇറ്റ്. യാ, ബി കെയർഫുൾ, ഡോണ്ട് ബ്രേക്ക് ഇറ്റ്. അവിടെയൊക്കെ ബ്രേക്കിന് പൊട്ടിക്കുക, തകർക്കുക എന്നർത്ഥമാണ്. ക്ലിയർ? അതേപോലെ ബ്രേക്കിന്റെ പാസ്റ്റ് എന്താ? ബ്രേക്ക്. യെസ്, ബ്രോക്ക് എന്ന് പറഞ്ഞാൽ തകർത്തു. ഇപ്പൊ ഇന്നലെ അവൻ എന്റെ ഫോൺ പൊട്ടിച്ചു എന്ന് എങ്ങനെ പറയാ? ഹി ബ്രോക്ക്. ഹി ബ്രോക്ക് മൈ ഫോൺ യെസ്റ്റർഡേ, അങ്ങനെയൊക്കെ പറയും. അപ്പൊ മനസ്സിലായോ? അപ്പൊ കാറിന്റെ ഇതിനെ നമ്മൾ എന്താണ് പറയാ? ബ്രേക്ക്. അവിടെ എ ആണ്, BRAKE. ക്ലിയർ? ഇപ്പൊ ഗൈസ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണോ? ഇതൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ ചെറുതും വലുതുമായ ഇംഗ്ലീഷ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണോ? പഠിക്കാൻ പറ്റില്ല, നിരന്തരം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് പലർക്കും. ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ. ഇപ്പോൾ ഓഫർ ഉണ്ട്, വെറും 3000 രൂപയ്ക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ്. ബയോ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.